കോട്ടയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. തങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. BJPക്ക് ബദലായി മതേതര മുന്നണി വരികയാണ് ലക്ഷ്യമെന്നും തോമസ് ചാഴിക്കാടൻ പറയുന്നു. രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രമുഖ നേതാവും കൂടിയാണ്. ഞങ്ങളും ഇന്ത്യ മുന്നണിയിലെ ഭാഗമാണ്. ഞാനും ജയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് ബദലായി ഒരു മതേതര സ്വഭാവമുള്ള മുന്നണി അധികാരത്തിൽ വരണമെന്നത് നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഏത് കേരള കോൺഗ്രസ് ആണ് UDFനൊപ്പം എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും ആളുകൾക്കിടയിലുണ്ട്. ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കൂടി ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കോട്ടയത്ത് നാളെ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോട്ടയത്ത് 18-ാം തീയതി ഉണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി കോട്ടയത്ത് എത്തുമ്പോൾ അത് എങ്ങനെയാണ് LDFനെ ബാധിക്കുക എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് തോമസ് ചാഴിക്കാടൻ ഇങ്ങനെ ഒരു പ്രതികരണം പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് പ്രയോജനം തനിക്കുമുണ്ടാകും. കാരണം തങ്ങളും ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ജയിച്ചാൽ താൻ അവിടെ ചെന്ന് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കും, രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകാൻ നിൽക്കുമെന്നുള്ള ഒരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം, അദ്ദേഹം നേരത്തെ നമ്മളോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി UDFന്റെ പ്രചരണം ശക്തിപ്പെടും, UDFന് വലിയ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വരവ് തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി CPM അല്ല LDFും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. UDFും LDFും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ രാഹുൽ ഗാന്ധി വിഷയത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, തിരിച്ചു വിമർശിക്കുന്നു. അങ്ങനെ പരസ്പരം ആരോപണങ്ങൾ നിറയുമ്പോഴാണ് കോട്ടയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് തോമസ് ചാഴിക്കാടൻ MP സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് തങ്ങളും കോട്ടയത്തും സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിയോട് നമ്മൾ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹവും പരസ്യമായി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിന് മറുപടിയുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്രാൻസിസ് ജോർജ് കൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. താങ്ക് യു, ടോബി ജോൺസൺ.